നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുവാൻ വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥനയും നിരവധി ചികിത്സയുമായി കാത്തിരിക്കുന്നവർ, പൈതൃകം നിലനിർത്താൻ അരുമയോടെ മക്കളെ വളർത്തുന്നവർ, മാതൃത്വം എന്നത് അഭിമാനവും അനുഭൂതിയുമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ നന്മകൾ ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിൽ പെറ്റമ്മ തന്നെ സ്വന്തം ചോരക്കുഞ്ഞിനോട് കാട്ടുന്ന ക്രൂരതകൾ, അതിലൂടെ ജീവനെടുക്കപ്പെടുന്ന കുരുന്നുകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. കൊച്ചി പനമ്പള്ളി നഗറിൽ നടന്നതും അത്തരമൊരു പൈശാചികമായ കൊലപാതകം തന്നെ. ഇതിനു മുൻപ് കൊല്ലം കല്ലുവാതുക്കൽ പ്രസവിച്ച ഉടൻ തന്നെ സ്വന്തം കുഞ്ഞിനെ ചവറുകൂനയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന ദാരുണ സംഭവം, നവജാത ശിശുവിനെ കുളത്തിലെറിഞ്ഞു കൊന്ന മാതാവിൻ്റെ ക്രൂരത, ഇതൊക്കെ കേരളത്തിൻ്റെ മാതൃത്വത്തിൻ്റെ ക്രൂരമായ അടയാളങ്ങളാണ്. ഇതിൽ ഭൂരിഭാഗവും അവിഹിത ബന്ധങ്ങളിലൂടെ ഗർഭിണിയാവുകയും ആ ഗർഭം അലസിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാസങ്ങളോളം നിറവയർ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ച് അവസാനം ശുചിമുറികളിലോ ബെഡ്റൂമിലോ ഒക്കെ പ്രസവിച്ച് കുട്ടികളെ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. കൊച്ചിയിൽ നടന്നത് ഇത്തരമൊരു ക്രൂരതയുടെ അവസാന ഇരയായ കുട്ടിയാണ്. ഈ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ആൺ സുഹൃത്തിനെതിരെ ഒരു പോലീസ് കേസ് പോലും സാധ്യമല്ല. കാരണം പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം നമ്മുടെ രാജ്യത്ത് നിയമപരമായി അനുവദനീയമാണ്. ലൈംഗിക ബന്ധം അനുവദിക്കുമ്പോൾ സ്ത്രീ പ്രസവിക്കുന്നതിലും തെറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന തന്നെയാണ്. കൊച്ചിയിലെ ഈ പെൺകുട്ടി ഉച്ചത്തിലൊന്ന് കരയുക പോലും ചെയ്യാതെ എങ്ങനെ സഹിച്ചു എന്നതാണ്. രാത്രി മുഴുവൻ പ്രസവ വേദന സഹിച്ച് പ്രസവ സമയമായപ്പോൾ ശുചിമുറിയിൽ കയറി ഒരു കുഞ്ഞിന് ജന്മം നൽകി കരയാൻ തുനിഞ്ഞ ആ ചോര കുഞ്ഞിൻ്റെ വായുമുഖവും കൈകൾ കൊണ്ട് അമർത്തിപ്പിടിച്ച് വീണ്ടും കരയാൻ ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ വായിലേക്ക് തുണി തിരികെ കയറ്റി മരണവെപ്രാളത്തിൽ ഈ കുഞ്ഞ് പിടയുന്നു. അതിനിടയിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചു. അങ്ങനെ 3 മണിക്കൂറുകൾ കടന്നുപോയി. നേരം വെളുത്തു. ഈ വീട്ടിൽ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും താമസമുണ്ട്. രാവിലെ 8 മണിയോടെ പെൺകുട്ടിയെ പുറത്തേക്ക് കാണാത്തതിനാൽ അമ്മ പെൺകുട്ടിയുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടി. ഇതോടെ പെൺകുട്ടി ആകെ പരിഭ്രാന്തിയിലായി. അപ്പോൾ കയ്യിൽ കിട്ടിയ ഒരു പ്ലാസ്റ്റിക് കവറിൽ സ്വന്തം കുഞ്ഞിനെ ആക്കി ബാൽക്കണിയിലൂടെ നിർദാക്ഷിണ്യം താഴേക്ക് വലിച്ചെറിയുന്നു. ഒന്നുറക്കെ കരയാൻ പോലും സാധിക്കാതെ റോഡിൽ കിടന്ന് ആ പിഞ്ചോമന മരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കാൻ സാധിക്കാത്ത ക്രൂരതയുടെ പേജായി മാറി. സമ്മർദ്ദത്താൽ ശ്വാസം മുട്ടി തലയോട്ടി തകർന്നാണ് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത്. നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി സുരക്ഷിതവും ദൃഢവുമല്ലാത്ത ബന്ധങ്ങൾ, അതിലൂടെ ഗർഭിണിയാകുന്ന പെൺകുട്ടികൾ, ഇവരെ വിവാഹം ചെയ്യുവാൻ ആ പുരുഷന്മാർ പിന്നീട് തയ്യാറാകില്ല എന്നതാണ് സത്യം. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം, പലയിടത്തും നടന്ന് ഗർഭം അലസിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, അത് നടക്കാതെ വരുമ്പോൾ ഈ ഗർഭം പേറി നടന്ന ശുചിമുറിയിലോ പൊന്തക്കാട്ടിലോ ഒക്കെ പ്രസവം കഴിഞ്ഞ് കുട്ടിയെ എവിടെയെങ്കിലും വലിച്ചെറിയുന്ന ക്രൂരത, നമ്മളിത്തരം വാർത്തകൾ കേട്ട് വല്ലാതെ മരവിച്ചു പോയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.